ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനിൽ കൂടെ കീബോർഡ് പഠിച്ചാൽ അത് പ്രയോജനകരമാകുമോ എന്നുള്ളൊരു ടോപ്പിനെ കുറിച്ചാണ്. ഇവിടെ നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ ഓഫ്ലൈനിൽ ഒരിടത്ത് ചെന്നിരുന്ന് പഠിക്കുന്നതിലാണ് കൂടുതലും നമുക്ക് ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാവുന്ന എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ശരിക്കും അങ്ങനെയല്ല. നമുക്ക് കീബോർഡ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് മറ്റുള്ള ഇതര ഇൻസ്ട്രുമെന്റിനെ കാട്ടിലും നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഓൺലൈനിൽ കൂടെ നമുക്ക് കൺവേ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇപ്പോൾ ഈ സി എന്നുള്ള ഒരു നോട്ടാണ്, ഒരു നോട്ട്. ഇത് ഞാൻ പ്രസ് ചെയ്യുന്നു. ഇത് ഞാൻ പ്രസ് ചെയ്തിട്ട് ഇതിന്റെ സൗണ്ട് പ്രസ് ചെയ്യുന്നു. ഇത് ഏത് കീബോർഡിലും ഈ ഒരു സൗണ്ട് തന്നെയായിരിക്കും. ഇതിന്റെ സൗണ്ടിന് യാതൊരു മാറ്റം ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു കീ, ഒരു കുട്ടിക്ക് നമ്മളൊരു ഹാൻഡിൽ നമ്മളൊരു കീ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അത് പ്രസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, അതിപ്പോൾ ഓഫ്ലൈനിൽ ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓൺലൈനിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത്, ഇപ്പം എന്റെ ക്ലാസ്സുകൾ ഞാൻ കണ്ടുവരുന്നത് ഓഫ്ലൈനിൽ ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടും ഇച്ചിരൂടെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ കൂടുതൽ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നത് ഓൺലൈൻ ക്ലാസ്സിലാണെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. കീബോർഡിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. നല്ല വൃത്തിക്ക് നമുക്ക് ഈസി ആയിട്ട് ലെസൺസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കാരണം ഹാൻഡ് പൊസിഷൻസ് കാണിച്ചു കൊടുത്ത് ആ ഹാൻഡ് പൊസിഷനിൽ കൂടെ കുട്ടികളെ നമ്മൾ വായിപ്പിക്കുന്നു. അത് മതി. അപ്പൊ നമുക്ക് സാധാരണ ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് സൈഡ് വ്യൂ ആയിട്ടാണ് നമുക്ക് ക്യാമറ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. സോ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ മുന്നേ ഇരുന്ന് പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് നമുക്ക് ഏത് ടോപ്പിക്കും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അത് ബിഗിനർ ലെവലിൽ തൊട്ട ആണെങ്കിൽ പോലും, അതല്ല അഡ്വാൻസ് ലെവലിലാണെങ്കിലും ഏത് ലെവലിലും നമുക്ക് കീബോർഡ് പഠിപ്പിക്കാൻ ഈസിയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ. അതേപോലെ തന്നെ മനസ്സിലാവുന്ന തുടക്കക്കാർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരു ഡൗട്ടേ വേണ്ട, പഠിക്കാൻ പറ്റുമെന്ന് ഡൗട്ടേ വേണ്ട. ഈസി ആയിട്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ കീബോർഡ് പഠിച്ചെടുക്കാൻ പറ്റും.